മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈയിടെയായി നമ്മളെ ഒരുപാട് വിഷമകരമാക്കിയ ഒരു ദുരന്തമായിരുന്നു ചൂരൽമല നടന്നത്. ഇതുപോലൊരു ദുരന്തം ഇനി നമ്മുടെ ഭാവിയിൽ ഇല്ലാതിരിക്കാനുള്ള രണ്ട് സർക്യൂട്ടുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സർക്യൂട്ടിനെ കുറിച്ച് ഹയാൻ വിവരിച്ചു. ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് മലയിൽ വൈബ്രേഷൻ വരുമ്പോൾ സിറ്റിയിലോട്ട് ഇൻഫർമേഷൻ വരുന്ന സർക്യൂട്ടാണ് ഒന്നാമത്തേത്. മലയിൽ മോഷൻ ഉണ്ടാകുമ്പോൾ മലയിലെ സെൻസർ സെൻസ് ചെയ്തിട്ട് ഈ സിറ്റിയിലേക്ക് അറിയിക്കുന്നതാണ്. രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 80% മുതൽ 90% വരെ വെള്ളമാകുമ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ 20% ആകുമ്പോഴേക്കും നമ്മളെ സിറ്റികളിൽ അറിയപ്പെടുത്തുന്ന ഒരു സർക്യൂട്ടാണ് ആ രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇതിലിപ്പോൾ വെള്ളമാകുമ്പോൾ 20% ആകുമ്പോഴേക്കും ഇവിടെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും പറയും. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒന്ന് തയ്യാറെടുപ്പ് നടത്താൻ നല്ലോണം കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് ഭാവിയിൽ ഇപ്പോഴത്തെ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഉയർന്ന ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് വലിയ ഇതിൽ ചെയ്യാൻ ഒരു മോയ്സ്ചർ സെൻസർ എടുക്കാൻ നമുക്ക് വെള്ളത്തിൻ്റെ അമിതമാകുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ വൈബ്രേഷൻ സെൻസർ എടുക്കുകയാണെങ്കിൽ ഭൂമിക്ക് ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ GSM പോലത്തെ സെൻസർ നമുക്ക് വേഗം നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിൽ എത്തിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇതേപോലത്തെ സെൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതുപോലുള്ള ഡിവൈസസ് നമ്മൾ ഈയിടെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നു. അവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളുടെ ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. താങ്ക് യു.